ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാം. അതായത് സെയിം പ്ലെയിനിൽ നമ്മൾ കഴിഞ്ഞ കണക്കിൽ പഠിച്ചു. ഡിഫറെൻറ്റ് പ്ലെയിനിലെ ചോദ്യമാണ് നമ്മൾ നോക്കിയത്. ഇതാണ് ആ ചോദ്യം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നിനൊരു 3 തവണ വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്നും തെറ്റില്ല എന്ന് ഓർത്ത് ഗിവൺ ഡേറ്റാസൊക്കെ എഴുതുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ അകത്ത് എന്താ തന്നിരിക്കുന്നത് വെച്ചാൽ 4 മാസ് തന്നിട്ടുണ്ട്, 4 പ്ലെയിനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 4 മാസ് തന്നിട്ടുണ്ട്, 4 റേഡിയസും തന്നിട്ടുണ്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള. പിന്നെ ഓരോ പ്ലെയിനും തമ്മിൽ എത്രയാണ് ഡിസ്റ്റൻസ് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ ഓരോ പ്ലെയിനും എത്ര ആംഗിൾ മാറിയിരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അത് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് തന്നിട്ട് അടുത്ത് അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നമുക്കൊരു ഊഹം കിട്ടും, ഇത്രയും നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത് എക്സും വൈയുമാണ് ബാലൻസിങ് മാസ്സായിട്ട് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. അത് ഇത്ര എയിന്ന് ഇത്ര ദൂരം വിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ ആഡ് ചെയ്യാൻ പോകുന്ന ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് നിങ്ങൾ 100 mm ആയിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബാലൻസിങ് മാസ് ഒരെണ്ണം കൊണ്ടുപോയി ഒരു സിസ്റ്റത്തിൽ വെക്കാൻ നേരത്തെ നമുക്ക് എന്തോന്ന് വേണം, മാസ് എത്രയാണ് വെക്കേണ്ടതെന്നുള്ളത് വേണം. പിന്നെ അത് എവിടെയായിട്ട് വെക്കണം എന്നുള്ളത് വേണം. പിന്നെ ആ വെക്കുന്ന സാധനത്തിൻ്റെ റേഡിയസ് ഉണ്ടല്ലോ, അതും കൂടെ വേണം. അതിൻ്റെ അത് ഈ റേഡിയസ് എന്ന് പറഞ്ഞ സാധനം ക്വസ്റ്റ്യന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ആ തീറ്റയും മാസിൻ്റെ മാഗ്നിറ്റ്യൂഡും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചോദ്യം വായിക്കാൻ നേരത്ത് വായിച്ചിട്ട് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരയ്ക്കുന്നു. അപ്പോഴത്തേക്ക് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. എക്സും വൈയും വെക്കാൻ പറഞ്ഞു. എക്സും വൈ അവർ പറഞ്ഞ പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നത്. എല്ലാ കേസിലും ഇങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇതിനങ്ങനെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഇതേപോലെ ആയിരിക്കും ബാക്കി ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൽ നിന്ന് നമുക്കിപ്പം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി മാറ്റിയെടുത്ത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത് എക്സും വൈയും അല്ലേ അവർ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം എക്സും വൈൻ്റെയും മാസും കണ്ടുപിടിക്കണം, എക്സും വൈൻ്റെ തീറ്റയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും. എന്നിട്ട് നമ്മൾ അൺനോൺ മാസിനെയാണ് അൺനോൺ പ്ലെയിൻസിനെയാണ് നമ്മൾ റിഫറൻസ് പ്ലെയിനായിട്ട് എടുക്കേണ്ടത്. ഒന്നെങ്കിൽ എനിക്ക് എക്സ് എടുക്കാം, അല്ലെങ്കിൽ വൈ എടുക്കാം. ഞാൻ എക്സ് എടുത്തു. അപ്പം എക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സിന് എത്രയാണ് ഓരോ പ്ലെയിനിലേക്കുള്ള ദൂരം എന്നുള്ളത് മനസ്സിലാക്കിയാണ് ആദ്യത്തെ പടം ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഒരു റഫ് സ്കെച്ചാണ്. റിഫറൻസ് പ്ലെയിനിൽ നിന്ന് ഓരോ പ്ലെയിനിലേക്കും എത്ര വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളൊരു പടം വരയ്ക്കണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബോക്സ് വരയ്ക്കണം. ബോക്സിൻ്റെ അകത്ത് 6 കോളമാണ് വരുന്നത്. പ്ലെയിൻസ്, മാസ്, റേഡിയസ്, FC/ω², ലെങ്ത്, കപ്പിള്. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ABCD, പിന്നെ എക്സും വൈയും അൺനോൺ ആണ്, എക്സും വൈയും. പിന്നെ അതിൻ്റെയൊക്കെ മാസ് വന്നിട്ട് എക്സിന് എങ്ങനെ എഴുതും, നമുക്ക് MX എന്ന് പറഞ്ഞ് എഴുതാം. വൈക്ക് എങ്ങനെ എഴുതും, MY എന്ന് പറഞ്ഞ് എഴുതാം. പിന്നെ റേഡിയസ് എല്ലാത്തിനെയും തന്നിട്ടുണ്ട്. നമുക്ക് അൺനോൺ ആയിട്ടുള്ളതിന് റേഡിയസ് തന്നായിരുന്നു ചോദ്യത്തിൽ, അതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ മാസ് റേഡിയസും കൂടെ ഗുണിക്കുന്നതാണ് ഫോഴ്സ്, FC/ω². അപ്പം ഇത് രണ്ടെണ്ണം ഗുണിച്ചെഴുതുക. അങ്ങനെ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. അതിനുശേഷം ലെങ്ത് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലെയിനിൽ വരുന്നത് ആണല്ലോ ഇത്. അപ്പോൾ റിഫറൻസ് പ്ലെയിനിന് ഓരോ പ്ലെയിനിലേക്ക് എത്ര ദൂരമുണ്ട് എന്നുള്ളതാണ്. അപ്പം റിഫറൻസ് പ്ലെയിനിൽ നിന്ന് എയിലേക്ക് എത്രയുണ്ട്, -100 mm. എമ്മിന് നമ്മൾ മീറ്ററിൽ തന്നെയാണ് എഴുതുന്നത്. അങ്ങനെ നമ്മൾ ലെങ്ത്ത് എഴുതി. അതിനുശേഷം ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ് കപ്പിള്. അപ്പോൾ ഇതും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതി. അങ്ങനെ നമുക്ക് ഈ ബോക്സിന് എന്തൊക്കെ കിട്ടും, ഒരു ഫോഴ്സ് പോളിഗൺ വരയ്ക്കാനുള്ളതും കിട്ടും, കപ്പിൾ പോളിഗൺ വരയ്ക്കാനുള്ളതും കിട്ടും. അപ്പോൾ നമുക്ക് ഇതെടുത്ത് വരയ്ക്കാൻ പറ്റുമോ ആദ്യം? ഇല്ല. കാരണം എന്താണ്, ഇതിൻ്റെ അകത്ത് 2 അൺനോൺ ഉണ്ട്. അപ്പം അത് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കപ്പിൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒറ്റ അൺനോൺ ഉള്ളൂ. അപ്പോൾ കപ്പിൾ പോളിഗൺ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ മിച്ചം വരുന്നത് വെച്ച് MY കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ MY കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് അൺനോൺ ആയിട്ടിരിക്കുന്നത് മാറും. അപ്പോൾ ഇത് മാത്രം അൺനോൺ കാണത്തുള്ളൂ. അപ്പോൾ ഇതും കണ്ടുപിടിക്കാം മിച്ചം വരുന്നത് വെച്ച് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുമ്പോൾ. അതിനുശേഷം നമുക്ക് MX MYയും കിട്ടും. ആ ആംഗിൾ നമ്മൾ ആ സ്പേസ് ഡയഗ്രാമിൽ കൊണ്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് തീറ്റയും കിട്ടും. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുശേഷം സ്പേസ് ഡയഗ്രാം വരയ്ക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷനാണേ. നമ്മൾ ഏത് പേജിലാണോ നമ്മൾ കപ്പിൾ പോളിഗണും ഫോഴ്സ് പോളിഗണും വരയ്ക്കുന്നത് ആ പേജിൽ തന്നെ ആയിരിക്കണം സ്പേസ് ഡയഗ്രാം വരയ്ക്കേണ്ടത്. കാരണം എന്നാലേ നമുക്കിങ്ങനെ പാരലൽ കൊണ്ടേ വെച്ച് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്പേസ് ഡയഗ്രാം വേറെ ഒരു പേജിലായി കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളവാകും. അപ്പോൾ സ്പേസ് ഡയഗ്രാം ജസ്റ്റ് ആംഗിൾ മാത്രം മെഷർ ചെയ്തുകൊണ്ട് ചെറിയൊരു റഫ് ഫിഗർ ഇങ്ങനെ വെച്ചു. ആംഗിൾ വന്നിട്ട് കറക്റ്റായിരിക്കണം. അതിനുശേഷം നമ്മൾ ആദ്യം കപ്പിൾ പോളിഗണാണ് വരയ്ക്കുന്നത്. കപ്പിൾ പോളിഗൺ
ഓക്കെ, കപ്പിൾ പോളിഗൺ വന്നിട്ട് സ്കെയിൽ ചെയ്യണം. 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് സ്കെയിൽ ചെയ്തു. അതായത് ഓരോ വാല്യൂസും എടുത്ത് സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു പോയിന്റ് വെച്ചു. ഒരു പോയിന്റ് വെച്ചിട്ട് പോയിന്റിൽ നിന്ന് ഇത് എത്രയാണ്? -1.6 ആണ്. അപ്പം -1.6 ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. CC എന്ന് കൊടുത്തു. പിന്നെ അതിനുശേഷം CCB, ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ വരച്ചു. CCC വരച്ചു, CCD വരച്ചു. അതിനുശേഷം ബാലൻസ് വന്നത് അവസാനിച്ച പോയിന്റും തുടങ്ങിയ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടിച്ചപ്പോഴത്തേക്കും എനിക്ക് CCY കിട്ടി. CCY എന്ന് പറഞ്ഞാൽ എന്താണ്? 0.04 MY ആണ്. അപ്പം ഞാനിത് അളന്ന് നോക്കിയപ്പം എനിക്ക് 7.4 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പം നമ്മൾ സ്കെയിൽ എടുത്ത് നമ്മൾ വരച്ചു, എന്നിട്ട് തിരിച്ച് നമ്മൾ എടുക്കാൻ നേരത്ത് അതിനെ റീകൺവേർട്ട് ചെയ്യണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് *1 കൊടുത്തു. അത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. ഓക്കെ, 1 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 7.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഈ 0.04 നമ്മൾ ഇപ്പുറം കൊണ്ടുപോയപ്പോഴത്തേക്കും നമുക്ക് MY, മാസ് ഓഫ് Y കിട്ടി. Y പ്ലെയിനിൻ്റെ മാസ് കിട്ടി. അപ്പോൾ അത് നമ്മളെടുത്ത് എഴുതി. ഇത് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കതിൻ്റെ ആംഗുലാർ പൊസിഷനും കിട്ടും. എങ്ങനെയാണ്? ഇതിനെ കൊണ്ടുപോയി കപ്പിൾ പോളിഗണിൽ നിന്ന് കിട്ടിയ മിച്ചത്തിൻ്റെ ഇതിനെ വന്നിട്ട് നമ്മൾ സ്പേസ് ഡയഗ്രാമിൽ കൊണ്ടുപോയി വരച്ച് കഴിയുമ്പം ഇതാണ് വൈൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പം നമുക്ക് MY കിട്ടിയില്ലേ, അതും വെച്ച് നമ്മൾ ഈ 0.1 MY എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ അൺനോൺ വാല്യൂ നമുക്ക് നോൺ വാല്യൂ ആവത്തില്ലേ, 18.5 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ അടുത്ത് എന്തോന്ന് ചെയ്തു? ഫോഴ്സ് പോളിഗൺ വരച്ചു. ഫോഴ്സ് പോളിഗൺ എന്ന് പറയുമ്പം ഈ ബോക്സിനെ വന്നിട്ട് ഞാൻ വരയ്ക്കാൻ പാകത്തിന് സ്കെയിൽ ചെയ്തു. 10 കിലോഗ്രാം മീറ്റർ ആയിട്ട് സ്കെയിൽ ചെയ്തു. അപ്പോൾ ഓരോ വാല്യൂത്തിനെയും ഇതിൻ്റെ അകത്തെ ഓരോ വാല്യൂവിനെയും ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. അപ്പോഴത്തേക്കും ഒരു പോയിന്റ് എടുത്തു, 0 കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വെച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഇങ്ങോട്ടല്ലേ ആരോ കിടക്കുന്നത് ഇത്. അപ്പം ഇങ്ങോട്ട് വെച്ചിട്ട് എത്രയാണ്? 16 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1.6 എടുത്ത് വരച്ചു. പിന്നെ മണ്ടേക്കോട്ട് 21, 2.1 എന്ന് എടുത്തു. പിന്നെ 2.4 എടുത്തു. ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയാലോ. പിന്നെ ഇത് വന്നിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നില്ല, ലാസ്റ്റിന് എടുക്കാൻ പോകുന്നത്. പിന്നെ ഇത് 1.6 എന്ന് പറഞ്ഞ് എടുത്തു. ഏത്? D. 1.6 എന്ന് പറഞ്ഞ് എടുത്തു, D. ഓക്കെ, അതിനുശേഷം മിച്ചം വന്ന് നമുക്ക് മറ്റേ വൈ നമ്മളിവിടെ കണ്ടുപിടിച്ചതിൻ്റെ ആംഗുലർ പൊസിഷൻ ഉണ്ടല്ലോ, അതിനങ്ങനെ പാരലെടുത്ത് ഞാൻ ഇങ്ങോട്ടും എത്ര വരച്ചു? 18.5, അതായത് 1.85 വരും ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ. അങ്ങനെ ഞാനിതങ്ങനെ 1.85 എടുത്ത് ഇതും വരച്ചു. എന്നിട്ട് മിച്ചം വരുന്നതിന് ഞാൻ ജോയിൻ ചെയ്തു. മിച്ചം വരുന്നതിന് ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്തോന്ന് കിട്ടി? 0.1 mx എന്ന് പറഞ്ഞ സാധനം കിട്ടി. 0.1 mx എന്ന് പറഞ്ഞ സാധനം 35 കിലോഗ്രാം മീറ്ററിന് കിട്ടി. കിട്ടുന്നതിനെ തിരിച്ച് റീകൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് *10 ചെയ്തായിരുന്നു. അതിനുശേഷം 0.1 mx = 35 കിലോഗ്രാം മീറ്റർ എന്ന് കൊടുത്തു. അതിൻ്റെ അതിൽ നിന്ന് എനിക്ക് mx കിട്ടി. 35/0.1. ഈ 0.1 ഇപ്പുറം വന്നു. എന്നിട്ട് 350 കിലോഗ്രാം. അപ്പോൾ എനിക്ക് mxഉം കിട്ടി, MYയും കിട്ടി, എനിക്കിതിൻ്റെ ആംഗുലാർ പൊസിഷനും കിട്ടി. ഇതിന് ഞാൻ തിരിച്ച് ഇവിടെ കൊണ്ടുപോയി വരച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇത് കിട്ടും, ആംഗിളും കിട്ടും. എന്നിട്ട് ഞാനത് ആംഗിൾ എടുത്ത് എഴുതി. ഇങ്ങനെയാണ് അത് ഫിനിഷ് ചെയ്യേണ്ട രീതി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബാലൻസിങ് മാസസ് mx = 350 kg, My = 185 kg. ഓക്കെ, ആംഗുലാർ പൊസിഷൻ ഓഫ് ബാലൻസിങ് മാസസ് മെഷർഡ് ഫ്രം A to X പ്ലെയിൻ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് θx = 215 ഡിഗ്രി. അതേപോലെ ഇവിടെ ആംഗുലാർ പൊസിഷൻ ഓഫ് ബാലൻസിങ് മാസസ് മെഷർഡ് ഫ്രം A to Y പ്ലെയിൻ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് കോമ ഇട്ടിട്ട് θy = 343 ഡിഗ്രി എന്ന് പറഞ്ഞ് എടുക്കുക. ഇതെങ്ങനെയാണ് എടുത്തത്? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് A ആൻറ്റി ക്ലോക്ക് വൈസിലാണ് മെഷർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ 360 മൈനസ് ഇതിനെ പ്രൊട്രാക്ടർ കൊണ്ട് എടുക്കാൻ എളുപ്പം ഇവിടെ നിന്ന് എടുക്കുന്നതാണ് എളുപ്പം. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ 360 മൈനസ് ആ ഡിഗ്രി ചെയ്താൽ മതി. അതുകൊണ്ട് 215 ഡിഗ്രി, 343 ഡിഗ്രി. അങ്ങനെ രണ്ടെണ്ണത്തിൻ്റെയും മാസും കണ്ടുപിടിച്ചു, രണ്ടെണ്ണത്തിൻ്റെയും ഇതും കണ്ടുപിടിച്ചു, ആംഗുലാർ പൊസിഷനും കണ്ടുപിടിച്ചു. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് പ്ലെയിനിലെ ക്വസ്റ്റ്യൻ ആയി. അപ്പം സെയിം പ്ലെയിനും പറഞ്ഞു, ഡിഫറെൻറ്റ് പ്ലെയിനും പറഞ്ഞു. അപ്പം മോഡ്യൂൾ 5 നിന്ന് ഈ 2 ചോദ്യമേ ചോദിക്കത്തുള്ളൂ. പിന്നെ ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് ചിലപ്പോൾ ഒരു എക്സ്ട്രീം ലെവലായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ല, അഡ്വാൻസ് ലെവലിൽ ചോദിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കും. അപ്പോൾ ഇത് രണ്ടെണ്ണം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മോഡ്യൂൾ 5 നിന്ന് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതായി. ഇനിയിപ്പോൾ സപ്പോസ് ഇതിൽ നിന്ന് ഒരു അഡ്വാൻസ് ലെവലിൽ ചോദിക്കുവാണെങ്കിൽ, ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് അഡ്വാൻസ് ലെവലിൽ ചോദിക്കുവാണെങ്കിൽ അവർ ഇതിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ഒന്നെങ്കിൽ ഈ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യം. ഇത് രണ്ടെണ്ണം കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 5 ഷുവറായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതേ പാറ്റേൺ ആണ്, ഇതേ രീതിയാണ്. ഒരേപോലെ മനസ്സിലാക്കി ഒരു 2 തവണ ഒരു കണക്കൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏറെക്കുറെ ഒരു ഐഡിയ കിട്ടും. പാടൊന്നുമല്ല, സിമ്പിളാണ്.